എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു റിലേഷൻഷിപ്പ് സന്തോഷകരമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം. ഹാപ്പി ആയിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുള്ള കുറച്ച് സീക്രട്സ് അല്ലെങ്കിൽ കുറച്ച് ടിപ്സ്, അതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഒരു റിലേഷൻഷിപ്പിലെ പരസ്പരം കുറവുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് ഫസ്റ്റ് ഉണ്ടാവുക എന്നതാണ്. ആരും 100% പെർഫെക്റ്റായ ആൾക്കാരല്ല. എല്ലാവർക്കും നിറവുകളുണ്ട്, അതുപോലെ കുറവുകളുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുക. എന്നിട്ട് പരസ്പരം എന്തെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആദ്യമേ ഉണ്ടാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്പരം ഈഗോ ഒരിക്കലും വരാനും വളരാനും അനുവദിക്കരുത്, അതും പ്രധാനമാണ്. മാത്രമല്ല പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഈഗോ ഉപേക്ഷിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, സ്ട്രോങ് റിലേഷൻഷിപ്പും ആണെങ്കിൽ മാത്രമേ ഒരു മെൻ്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ രണ്ടു പേർക്കും ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതിന് ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല ഗുഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫും വളരെ നല്ലതായിരിക്കും. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും, രണ്ടുപേർക്കും പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവും, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പക്ഷേ ലൈഫിൽ ബാഡ് എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അവരുടെ പേഴ്സണൽ ലൈഫും റിലേഷൻഷിപ്പും ഒക്കെ വളരെ മോശം അവസ്ഥയിലായിരിക്കും, ഫുൾ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് എപ്പോഴും അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസിയോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി രണ്ടുപേരുടെ ഇടയിലുള്ള നെക്സ്റ്റ് പോയിന്റ്, രണ്ടുപേരുടെ ഇടയിലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മൂന്നാമതൊരാളെ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക. അത് കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് അവർ തമ്മിലുള്ള കോംപ്രമൈസ് ആവുന്നതിന് പകരം അത് കുറേ കൂടെ വഷളാകാനേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ സമാധാനത്തോടെ ഇരുന്ന് സംസാരിച്ച് അത് സോൾവ് ചെയ്യുക. പരസ്പരം മനസ്സിലാക്കി അല്ലെങ്കിൽ സംസാരിച്ചാൽ, കുറച്ച് സമയം കേൾക്കാനും കുറച്ച് സമയം സംസാരിക്കാനും നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ ഏത് ഉള്ള പ്രോബ്ലംസ് ആണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കുക. അല്ലാതെ അതിൽ മൂന്നാമതൊരാളെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അത് ആ ബന്ധം കുറേ കൂടെ വഷളാക്കാനേ ഉപകരിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എത്ര പിണക്കങ്ങളായാലും വഴക്കുകളായാലും കഴിയുന്നതും നിങ്ങളുടെ റൂമിൽ തന്നെ അന്നത്തെ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ശരിക്കും രണ്ടുപേരും അവരുടെ റിലേഷൻഷിപ്പിൽ സിൻസിയർ ആണെങ്കിൽ അല്ലെങ്കിൽ ശരിക്കൊരു സ്നേഹം അവർക്കിടയിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പിണക്കങ്ങൾ രണ്ടുപേരുടെയും മനസ്സിനെ വളരെയധികം അസ്വസ്ഥമാക്കുമെന്ന് മനസ്സിലാക്കുക. അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം 1-2 ദിവസം നീണ്ടു നിൽക്കുമ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആണ് അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കോൺസെൻട്രേഷൻ കാണില്ല, മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഈ ഒരു പ്രശ്നം തന്നെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ വഴക്കുകളും പ്രശ്നങ്ങളും റൂമിനുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ചില ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഡെയിലി വഴക്ക്, അടിക്കുക, ശാരീരികമായി ഉപദ്രവിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ പോലും വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അതിന് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായും അതിന് മൂന്നാമതൊരാളുടെ സഹായം തേടുക. അത് നിർബന്ധമായും ചെയ്തിരിക്കുക. കാരണം അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ പോലീസോ ലോയേഴ്സോ നിങ്ങളുടെ വെൽവിഷേഴ്സോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് സ്വന്തമായി കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾ മൂന്നാമതൊരാളുടെ ഹെൽപ്പ് തേടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 4ാമത്തെ പോയിന്റ്, ഹംബിൾ ആവുക എന്നുള്ളതാണ്. ഹംബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എക്സ്ട്രീം വിനയം കാണിക്കുക എന്നല്ല. പരസ്പരം പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സമാധാനത്തോടെ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ആരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ചെയ്തത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കിയെങ്കിൽ ഒരു മടിയുമില്ലാതെ അവരോട് സോറി പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെറുതാവുകയല്ല, മറിച്ച് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വലുതാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ക്ഷമിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പരസ്പരം സോറി പറയുന്നത് ഒരു മോശം സ്വഭാവമൊന്നുമല്ല. അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടെ നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആക്കാനേ അത് സഹായിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് 5th പോയിന്റ്, പരസ്പരമുള്ള ആവശ്യങ്ങൾ തുറന്ന് സംസാരിക്കുക. അതായത് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഞാനത് എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഓപ്പോസിറ്റുള്ള ആളത് അറിയില്ല. അപ്പോൾ ആർക്കും മൈൻഡ് റീഡ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ വച്ച് നടക്കാതെ പരസ്പരം സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക. ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. സത്യസന്ധതയോടെ പെരുമാറുക. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇനി പരസ്പരം ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത്. ക്ഷമിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. അത് എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിനെ അത് പ്യൂരിഫൈ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാതെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് റിയാക്ട് ചെയ്താലും കുറച്ച് കഴിഞ്ഞൊന്ന് തണുക്കുമല്ലോ. അപ്പോഴും നിങ്ങളുടെ തെറ്റ് മനസ്സിലായാൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ക്ഷമ ചോദിക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ ആ ക്ഷമ ചോദിക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കാതിരിക്കുക. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലും ആ സമയത്ത് ക്ഷമിക്കുക, അല്ലെങ്കിൽ പരസ്പരം നല്ല കേൾവിക്കാരായിരിക്കുക, പറയാനുള്ളതൊക്കെ നന്നായിട്ട് സംസാരിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 7th പോയിന്റ്, ഏറ്റവും ഹാപ്പി ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ എല്ലാ ദിവസവും ഉള്ള അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനിൽ നിന്നൊന്നും മാറി നമ്മൾ യാത്രകൾ, എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോവുക. അത് നിങ്ങളെ വളരെയധികം എനർജൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളാണ്. അത് നമ്മളെ മൈൻഡിനെ വളരെ പോസിറ്റിവിറ്റിയും വളരെ ക്യൂരിയോസിറ്റിയും ഒക്കെ കൊണ്ടുവരും എന്നുള്ളതാണ്. നമുക്ക് നല്ല നമ്മളൊന്ന് റിഫ്രഷ് ആവാൻ യാത്രകൾ പലപ്പോഴും വളരെ നല്ലതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ യാത്രകൾ എന്നുള്ളത് ഞാൻ മുമ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. യാത്രകൾ എന്നുള്ളത് നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്കുള്ള പാക്കേജ് ആയിട്ട് ടൂർ പോകുന്ന അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ യാത്രകൾ നമുക്ക് ലൈഫിൽ എൻജോയ് ചെയ്യാം. നമ്മൾ പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ അല്ല ജീവിക്കുന്നത്, നമ്മുടെ പ്രസന്റ് ലൈഫിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഈ നിമിഷം അത് മാത്രമാണ് നമ്മുടെ മുമ്പേ ഉള്ളത്. അല്ലെങ്കിൽ എത്ര ഹാപ്പി ആയിട്ട് എത്ര സന്തോഷത്തോടു കൂടി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നെക്സ്റ്റ് 8th പോയിന്റ്, മെച്യൂരിറ്റി ഉള്ളവരാവുക എന്നുള്ളതാണ്. മെച്യൂരിറ്റി ഉള്ളവരാവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ സൈലൻ്റ് ആകേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് സ്ട്രോങ് ആവേണ്ടത്, എപ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിറ്റുവേഷൻസിനനുസരിച്ച് ഈ രീതിയിലൊന്ന് പെരുമാറാൻ പഠിച്ചാൽ തന്നെ ഒരുവിധമുള്ള റിലേഷൻഷിപ്പ് വളരെ മോശം അവസ്ഥയിലോട്ട് പോവാതെ നമുക്ക് ഒരു നല്ല രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് 9th പോയിന്റ്, രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഒരു ബൗണ്ടറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ്, ബെഡ്റൂം ടോക്സ്, ഇതൊക്കെ മൂന്നാമതൊരാളുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കാരണം അതത്ര നല്ല ഒരു ശീലമല്ല. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ അവർക്കിടയിലുള്ള ഇഷ്യൂസ് അവർക്കിടയിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. എത്ര ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാലും ആ ഫ്രണ്ട് ചിലപ്പോൾ ഒരു ദിവസം നമ്മളോട് പിണങ്ങിയേക്കാം, അല്ലെങ്കിൽ അയാൾക്കും നമുക്കിടയിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം ഉണ്ടായേക്കാം. അപ്പോൾ അയാൾക്ക് ഇതൊക്കെ നമുക്കെതിരെയുള്ളൊരു ടൂളാക്കാൻ ഉള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ എന്തൊക്കെ പോസിറ്റീവ്സ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ പരസ്പരം പങ്കാളികൾ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങൾക്കിടയിൽ തന്നെ നിൽക്കുക. മൂന്നാമതൊരാളോട്, ഒരു ഫ്രണ്ടിനോടാണെങ്കിൽ പോലും അതൊരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. അത് അത്ര നല്ലൊരു ക്വാളിറ്റി അല്ല ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ സ്നേഹം എന്നുള്ളത് അൺകണ്ടീഷണലായിരിക്കുക എന്നുള്ളതാണ്. യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ യാതൊരു ഉപാധികളും ഇല്ലാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹം റിയൽ ആണെങ്കിൽ തിരിച്ച് അതേ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് ബന്ധങ്ങൾക്കിടയിൽ ഒരു സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ ലോയൽറ്റി, ട്രസ്റ്റ്, ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മളത് വളരെയധികം സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ രണ്ട് പേർക്കിടയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള റിലേഷൻഷിപ്പിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹത്തോടെ പോവാൻ എപ്പോഴും സത്യസന്ധതയോടെ പെരുമാറുക. അത് വളരെ പ്രധാനമാണ്. ആ സത്യസന്ധത ഒരിക്കലും കൈവിടാതിരിക്കുക. ഇനി എപ്പോഴും 24/7 അതായത് ഫുൾ ടൈം ഇതുപോലുള്ള പങ്കാളികൾ ഒരുമിച്ച് ഇരിക്കണം എന്നുള്ള വാശി പിടിക്കാതിരിക്കുക. അത് പലപ്പോഴും നമ്മുടെ റിലേഷൻസിനെ അത്ര നല്ല രീതിയിൽ കൊണ്ടുപോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെക്കരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഹോബികൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ രണ്ടുപേരും ആ കാര്യങ്ങളിലൂടെ എൻഗേജ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ റിലേഷൻസ് കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ, ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ അത് സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പരസ്പരം ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പങ്കാളികൾ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ നീ എന്നെക്കാൾ ചെറുതാണ്, അങ്ങനെ ഒരു പരസ്പരം ഈഗോയുടെ ആവശ്യമൊന്നുമില്ല. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഈക്വൽ പാർട്ട്നേഴ്സാണ് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. അത് മറന്നു തുടങ്ങുമ്പോഴാണ് അവിടെ എപ്പോഴും ഇഷ്യൂസ് അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വലിയ പ്രോബ്ലംസിലോട്ട് മാറുന്നത്. അത് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്നത് ഈ ഒരു കാര്യം മറന്നു പോകുമ്പോഴാണ്. ഇനി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ലൈഫിലെ ഗോൾഡൻ പീരീഡ് എൻ്റെ സ്കൂൾ ടൈം ആയിരുന്നു, എൻ്റെ കോളേജ് ടൈം ആയിരുന്നു,
അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നവരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങളുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിന് ശേഷമുള്ള നിങ്ങളുടെ പങ്കാളിയോട് ഒപ്പമുള്ള ലൈഫ് എന്തുകൊണ്ട് നിങ്ങളുടെ ഗോൾഡൻ പീരീഡ് ആക്കിക്കൂടാ? അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഓൾറെഡി വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ബന്ധം അല്ലെങ്കിൽ ആ സന്തോഷം അതുപോലെ തന്നെ എന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അസ്വാരസ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും വരുത്താൻ പറ്റിയാൽ അതൊന്ന് ശ്രമിച്ചു നോക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.